ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വാൾ ഡെക്കറേഷനാണ്. ഇത് മോൻ അടുത്തിരിപ്പുണ്ട്. ട്രിമ്മർ കൊടുത്ത് കംപ്ലീറ്റ് ഷേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇത് ഞാനെന്ന് വെച്ചാൽ ഒരു ഔട്ട്ലൈൻ സിമ്പിളായിട്ടുള്ളൊരു ഡാൻസിങ് ഗേളിനെയാണ് ഔട്ട്ലൈൻ ഇട്ടിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ളൊരു വൈറ്റ് ചാർട്ട് പേപ്പറില്ലായിരുന്നു. ഇതൊരു ചെറിയൊരു ബൈൻഡാണ്, 2 പീസ് ബൈൻഡ്. അത് രണ്ടും കൂടി യോജിപ്പിച്ച് വെച്ചാണ് ഞാൻ ഔട്ട്ലൈൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ബേർഡ്സോ ആനിമൽസോ ഏത് വേണമെങ്കിലും. വാൾ ഹാങ്ങിങ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്ത് അതിനെ ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ വീടുകൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതുപോലെ ഔട്ട്ലൈൻ ഇട്ടോ അല്ലെങ്കിൽ സീക്വൻസ് വെച്ചോ ഒക്കെ നമുക്ക് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിടാവുന്നതേ ഉള്ളൂ. അതിൻ്റേതായൊരു ഭംഗി തന്നെ അപ്പോൾ കാണുകയും ചെയ്ത് നമുക്ക് അതിൻ്റേതായൊരു സന്തോഷവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതായിട്ട് സിമ്പിളായിട്ട് ഞാൻ ഔട്ട്ലൈൻ ഇട്ടിരിക്കുകയാണ്. ഇത് എന്ന് വെച്ചാൽ ഒരു ഡാൻസിങ് ഗേളിൻ്റെ അതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇപ്പം വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ കൂടി നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചർ എടുത്ത് വെച്ചിട്ട് അത് വേണമെങ്കിൽ ട്രേസ് ചെയ്ത് വേണമെങ്കിൽ നമുക്കത് ഒരു ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിൽ വരച്ചതിന് ശേഷം ബാക്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബൈൻഡ് സപ്പോർട്ട് ഒട്ടിച്ച് വെച്ചാലും നമുക്ക് നീറ്റായിട്ട് ഇതുപോലെ ഔട്ട്ലൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പം നമുക്ക് അറിയാവുന്നവരാകുമ്പോൾ ഒരേ രീതിയിൽ നമുക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. ട്രേസിങ് പേപ്പറും കിട്ടും. അപ്പം നമുക്ക് അറിയാവുന്ന ഇഷ്ടമുള്ളൊരു ഒരു പിക്ചർ വാങ്ങിച്ച് അതിൻ്റെ മുകളിൽ ഒരു ട്രേസിങ് പേപ്പർ വെച്ച് നമുക്ക് ഇതുപോലെ ട്രേസ് ചെയ്തെടുത്തതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 ഷീറ്റ് പേപ്പറാണ്. ആ 2 കാർഡ്ബോർഡുകൾ തമ്മിൽ ഒട്ടിച്ചപ്പോഴത്തേക്ക് തന്നെ നല്ല ഒരു നീളത്തിലുള്ളൊരു പിക്ചറാക്കി നമുക്ക് എനിക്കെടുക്കാൻ പറ്റി. അത് തന്നെ കണ്ടില്ലേ, ഇതുപോലെ അത് ആ ഡ്രസ്സിൻ്റെ ഭംഗിയായിരിക്കും കൂടുതൽ. നല്ല നീളത്തിലുള്ളൊരു ലാച്ച പോലെയാണ് മനസ്സിൽ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തും കളർ ചെയ്തും എടുക്കാമെന്ന് കരുതിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് നല്ല നീളമായിപ്പോയി. പക്ഷേ നല്ല നീളത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. നമുക്ക് കണ്ടില്ലേ, ഏത് വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഏത് തരത്തിലുള്ള ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള ലൈൻ ഇട്ടാണ് ആ ഒരു ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. കർവ് ലൈൻ ഇട്ടിട്ടാണ് ആ ഒരു ഡ്രസ്സിൻ്റെ കണ്ടില്ലേ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ആ ഒരു കാലൊന്ന് ബാക്കിലോട്ടും ഒരു കാല് ഫ്രണ്ടിലോട്ടും വെച്ചുള്ള ഔട്ട്ലൈനാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് അല്ലെങ്കിൽ ട്രേസ് ചെയ്തെടുത്താലും നമുക്ക് ആ ഒരു ഔട്ട്ലൈനിൻ്റെ മുകളിലൂടെ വേണമെങ്കിലും വരച്ചെടുക്കാം. സിമ്പിളായിട്ട് ഇതുപോലെ ചെയ്ത് അതിൽ പിന്നെ കളർ കോമ്പിനേഷൻ നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ ചെയ്താൽ വെറുതെ ഒന്ന് സിമ്പിളായിട്ട് ചെയ്താലും കണ്ടില്ല നല്ല നീളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ബൈൻഡ് 2 ഒട്ടിച്ച് വെച്ചപ്പോൾ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഒരേപോലത്തെ ഒരു ബൈൻഡ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഇതിപ്പം ഈ ഡ്രസ്സ് വാങ്ങിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നൊരു വൈറ്റ് കാർഡ്ബോർഡാണത്. അത് 2 കൂടി ഒട്ടിച്ചാണ് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. നല്ല ഹൈറ്റായി. ഇനി അതിൻ്റെ തൊട്ട് ബാക്കിൽ ഇവിടെ കിടന്ന കാർഡ്ബോർഡ് ആണ് ബാക്കിൽ ഒട്ടിച്ചെടുക്കുന്നത്. അതിനൊരു സപ്പോർട്ടായിട്ട് കുറച്ച് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കിൽ ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. നല്ല ഹൈറ്റുമായി. അത് ചെയ്തെടുത്തപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട്. അത്രയും ഹൈറ്റിൽ നമുക്കത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. ആ ഒട്ടിച്ചതിന് ശേഷം ബാലൻസ് ഞാൻ കട്ട് ചെയ്ത് കളയാണ്. അങ്ങനെ 2-3 പീസ് ബൈൻഡും കൂടിയാണ് അത് ഒട്ടിച്ച് എടുത്തത്. ഇനി അത് കളർന്ന് വെച്ചാൽ ബോഡി കളർ ചെയ്യുകയാണ്. ബോഡി കളറായിട്ട് നമുക്ക് പ്രത്യേകം നമുക്ക് വാങ്ങിക്കാനും കിട്ടും ബോഡി കളറ്. അതുപോലെ തന്നെ ആ ഒരു ഡ്രസ്സിനുള്ള കളർന്ന് വെച്ചാൽ റെഡ്, യെല്ലോ, ഓറഞ്ച് ഈ ഒരു 3 കളറിൻ്റെ കോമ്പിനേഷനാണ് മനസ്സിൽ വിചാരിച്ചത്. അപ്പോൾ ആ ഒരു ബ്ലൗസിന് ഞാൻ ആ ഒരു കളർ കൊടുത്ത് ആ ഒരു മുകളിലത്തെ ആ ഒരു കണ്ടില്ല ആ ഒരു ഒരു ഷാളിന് സാരി ഇങ്ങനെ മുകളിലോട്ട് കൊടുക്കുക. അതൊരു ഗുജറാത്തി മോഡൽ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതിലാകുമ്പോൾ കുറച്ച് ഡെക്കറേഷനുകളുണ്ട്. മിറർ വർക്കൊക്കെ വെച്ച് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതനുസരിച്ചുള്ള കളറിനാണ് കൊടുത്തിരിക്കുന്നത്. റെഡ്, യെല്ലോ, ഓറഞ്ച് ആ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്ന് വെച്ചാൽ ആ ഒരു താഴത്തെ ഒരു കണ്ടില്ല ഒരു ലാച്ച, അതായത് ആ ഒരു താഴത്തെ ആ ഒരു ലാച്ചയ്ക്ക് ആദ്യമേ ഞാൻ പിങ്ക് കളർ കൊടുത്ത്
ആ ഒരു പിങ്ക് കളർ കൊടുത്തിട്ട് റെഡ് ഷെയ്ഡ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റി. ഞാൻ വിചാരിച്ചതിലും നല്ല രീതിയിൽ തന്നെ എനിക്ക് ചെയ്തെടുക്കാൻ മതി. അതിൽ പിങ്ക് കളർ ആദ്യമേ കംപ്ലീറ്റ് അത്രയും ഭാഗവും ഫുള്ളി പിങ്ക് കൊടുത്തതിന് ശേഷമാണ് അതിൽ പിന്നെ ഞാൻ റെഡ് ഷെയ്ഡ് കൊടുത്തത്. നല്ല ഹൈറ്റിന് തന്നെ കിട്ടി, കണ്ടില്ലേ? ആ ഒരു റെഡ് ഷെയ്ഡ് കൊടുത്തപ്പോഴാണ് ആ ഒരു ഡ്രസ്സിൻ്റെ നല്ലൊരു എടുപ്പ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയത്. നല്ല നമ്മൾ ആ മനസ്സിൽ വിചാരിക്കുന്നതിലും ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ, നല്ല ഹൈറ്റിനാണ് കിട്ടിയത്. ഞാൻ സത്യത്തിൽ ഇതിൻ്റെ ഒരു ഹാഫ് മാത്രമേ വിചാരിച്ചുള്ളൂ, ചെറിയ ഒരു പിക്ചർ വരയ്ക്കാമെന്നാണ് കരുതിയത്. പക്ഷേ അവർ വരച്ച് വന്നപ്പോഴത്തേക്ക് പിന്നെ ബാലൻസ് കൂടി ചെയ്ത് ഒട്ടിച്ചെടുക്കേണ്ടി വന്ന്. ചാർട്ട് പേപ്പർ ഇല്ലായിരുന്നു, ഒരു ബൈൻഡിൻ്റെ ഒരു ഇതിൻ്റെ, പക്ഷെ അത് ഒട്ടിച്ചപ്പോഴത്തേക്ക് അത് അറിയാൻ പറ്റാത്ത രീതിയിൽ, അറിയാത്ത വിധത്തിൽ അത് ചെയ്തെടുക്കാൻ പറ്റി. ആ ഒരു ഷെയ്ഡും ആണ്ടില്ലേ, ആ ഒരു ഷാളിൻ്റെ തന്നെ ഷെയ്ഡ് ആദ്യമേ യെല്ലോ കൊടുത്ത് അതിനുശേഷം ഓറഞ്ച് കൊടുത്തിട്ടാണ് ഷെയ്ഡ് ഇട്ടത്. നമ്മളിപ്പോൾ ഏതിന് കളർ ചെയ്താലും ഷെയ്ഡ് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ തന്നെ കിട്ടും. നമുക്ക് ആ ഒരു ഷെയ്ഡ് ഏത് ചെയ്താലും അതിൻ്റേതായ രീതിയിലൊരു ഷെയ്ഡ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട്. ഒറ്റ കളറ് ഇട്ട് കംപ്ലീറ്റ് ചെയ്യാതെ ഡാർക്ക്, അതിൻ്റെ തന്നെ ഡാർക്കും ലൈറ്റും ഇട്ട് ഷെയ്ഡ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗി. ഇനി ആ ഒരു ഓർണമെൻറ്റിന് യെല്ലോ കൊടുത്ത് അതിനുശേഷം ബ്ലാക്ക് സ്പോട്സുകളും അതുപോലെ തന്നെ ബ്ലാക്ക് ഡിസൈനായിട്ട് കൊടുത്തിരിക്കുകയാണ്. അത്രയും ചെയ്തപ്പം തന്നെ നല്ലൊരു എടുപ്പ് തോന്നി. ഇനി അതിൽ ഒട്ടിച്ചിരിക്കുന്ന മിററാണ്, ചെറിയ റൗണ്ട് മിറർ. പല ഷേപ്പിലെ മിറർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ മിററും അതുപോലെ ചെറിയ പഞ്ചാര മുത്തെന്ന് പറയും, അത് പല കളറിലുണ്ട്. ഇതിപ്പം ഗോൾഡൻ കളറിലെയും വൈറ്റ് കളറിലെയാണ്. അത് ആ സെൻറ്ററിലെല്ലാം ഞാൻ ഒട്ടിച്ച് ആ ഡ്രസ്സിൽ കംപ്ലീറ്റ് അതിൽ ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു ബ്ലൗസിലെന്ന് പറയുന്നത് മിറർ വർക്കും ഉണ്ട്. അതുപോലെ തന്നെ പഞ്ചാരമുത്തിൻ്റെ ചെറിയ ചെറിയ വർക്കുകളും ഉണ്ട്. അത് കംപ്ലീറ്റ് ഡെക്കറേഷൻ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഡെക്കറേഷൻ ചെയ്തതിന്. മുൻപേ ഞാൻ ഇതുപോലെ തന്നെ എന്തെങ്കിലും വരച്ചാൽ അത് കംപ്ലീറ്റ് എൻ്റെ കയ്യിലുള്ള ഡെക്കറേഷൻ ഐറ്റംസുകളെല്ലാം കൊണ്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം കൃഷ്ണനെ വരച്ചാൽ ഞാൻ അതേപോലെ തന്നെ ആ ഡ്രസ്സിനൊക്കെ ഡെക്കറേഷൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രസ്സിനെല്ലാം ഡെക്കറേഷൻ ചെയ്തപ്പോഴാണ് കുറച്ചും കൂടി നല്ല എടുപ്പായിട്ട് തോന്നിയത്. അതപ്പം ഇതിന് നല്ല എടുപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ഇട്ടാൽ അത്രയും നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പോലും മനസ്സിൽ വിചാരിച്ചില്ല ഇത്രയും ആ ഒരു ബ്ലാക്ക് ഇരുട്ടത്തും കൂടി ആയപ്പോഴത്തേക്ക് നല്ല ഒരു തിളക്കത്തോടു കൂടി മനോഹരമാക്കി എടുക്കാൻ പറ്റി.